കൾച്ചറൽ ആംഗിളും കൂടെ ഉണ്ട് എടുക്കാമെങ്കിൽ ഈ രാമായണം എഴുതിയ കേട്ടില്ല, ക്ഷമിക്കാം, 2 മിനിറ്റും കൂടെ അവസാന പോയിന്റ്. ഞാൻ 28 എടുക്കുന്നുള്ളൂ വിചാരിച്ചു. അപ്പോ രാമായണം എഴുതുന്ന വാൽമീകി എന്ന് പറയുന്ന വ്യക്തി ഇന്നത്തെ ഭിൽ സമുദായം അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് സമുദായത്തിൽപ്പെടുന്ന വ്യക്തിയാണ് വാൽമീകി. വേദവ്യാസൻ മുക്കുവത്തിയുടെ മകനാണ്. അല്ലെങ്കിൽ കൃഷ്ണൻ, ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള രൂപങ്ങളുള്ള കൃഷ്ണൻ യാദവ സമൂഹത്തിൽ നിന്നാണ്. ഇന്നാണെങ്കിൽ കൃഷ്ണന് സംവരണം ഉണ്ടാകുകയായിരുന്നു. കാര്യം കൃഷ്ണൻ യാദവനാണ്, OBC ആണ്. ശ്രീരാമന്റെ നിറം കറുപ്പാണ്. പക്ഷേ ശ്രീരാമൻ കൊല്ലുന്നത് ബ്രാഹ്മണനായ രാവണനെയാണ്. രാവണന്റെ അച്ഛൻ വിശ്രവസ് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനായ രാവണനെയാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ മകനായ, ബ്രാഹ്മണന്റെയും ലങ്കാകുമാരിയുടെയും മകനായ രാവണനെയാണ് രാമൻ കൊല്ലുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ അടി കൂടിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ പറയും രാമരാവണ യുദ്ധം ആര്യ ദ്രാവിഡ യുദ്ധമായിരുന്നു എന്നൊക്കെ. അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്, കള്ളം എങ്ങനെ വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ ഇന്ത്യയുടെ അടിസ്ഥാനങ്ങൾ, ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഈ വേദിയിലിരിക്കാൻ കൂടുതൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾക്കാർ, ചിന്തിക്കുന്ന ആൾക്കാർ, വായിക്കുന്ന ആൾക്കാർ, മതപഠനത്തിന് പോകുന്ന ആൾക്കാർ, ആത്മീയ പ്രവൃത്തിയിലേക്ക് പോകുന്ന ആൾക്കാരെ പണ്ടത്തെ ആൾക്കാർ ബ്രാഹ്മണർ എന്ന് വിളിച്ചു. ഇപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് പോലെ, യാഹു എന്ന് പറയുന്നത് പോലെ ബ്രഹ്മം എന്നുള്ളതാണ് ഇന്ത്യയിൽ ദൈവത്തിന്റെ പദം എന്ന്. ദൈവം എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ സാധാരണ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിന്റെ പദം എന്ന് എടുക്കുക. അപ്പം ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവരെ ബ്രാഹ്മണർ എന്ന് വിളിച്ചു. രണ്ടാമത് വാറിയേഴ്സ്, ഫൈറ്റേഴ്സ്, യുദ്ധം ചെയ്യുന്നവർ, അവരെ ക്ഷത്രിയർ. നമ്മുടെ പട്ടാളക്കാര്, പോലീസുകാര്, ആ രീതിയിൽ സമൂഹത്തെ സംരക്ഷിക്കുന്ന BSFകാര്, നമ്മുടെ സെക്യൂരിറ്റിക്കാര്, ഇവരെല്ലാം ക്ഷത്രിയർ എന്ന് വിളിച്ചു. മൂന്നാമത് വൈശ്യർ അഥവാ ബിസിനസ്സുകാര്, കച്ചവടം ചെയ്യുന്നവര്, ട്രേഡേഴ്സിനെ വൈശ്യർ എന്ന് വിളിച്ചു. പിന്നെ വരുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബറേഴ്സ് എന്ന് വിളിച്ചു. ഇതിന്റെ ഈ സിസ്റ്റത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഈ ഹിന്ദു ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. എല്ലാ ഹിന്ദു സിസ്റ്റവും ഇന്ത്യൻ അല്ല, എല്ലാ ഇന്ത്യൻ സിസ്റ്റവും ഹിന്ദു അല്ല. പക്ഷെ ഈ വേദിക് സിസ്റ്റത്തെ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നം ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ കൃത്യമായിട്ട് എഴുതിയിട്ടിരിക്കുന്ന ഒരു ചട്ടക്കൂടല്ല. ഒരുപാട് സ്മൃതികളുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു കാര്യം 2 പേര് തമ്മിൽ അംഗീകരിക്കില്ല, 2 പേര് മൂന്നാമത്തെ ഒരു കാര്യം അംഗീകരിക്കില്ല. അപ്പൊ 2-3 ബേസിക് കോർണർ സ്റ്റോൺസ് എടുത്താൽ, ജനനാൽ ജായതേ മർത്യ, കർമ്മണ ജായതേ വിപ്ര. ജനിക്കുമ്പോ ഒരാള് മനുഷ്യനായിട്ടേ ജനിക്കുന്നുള്ളൂ. ബ്രാഹ്മണനാകുന്നതും ക്ഷത്രിയനാകുന്നതും കർമ്മം കൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ബ്രാഹ്മണർ എന്ന് നമ്മൾ വിളിക്കുന്നവർ സ്ഥിരം പൂജിക്കുന്ന ഗായത്രി മന്ത്രം രചിക്കുന്നത് ക്ഷത്രിയനായ വിശ്വാമിത്രനാണ്. എന്നാൽ ബ്രാഹ്മണർക്ക് ഹത്യ പാടില്ല, അല്ലെങ്കിൽ അറ്റാക്ക് പാടില്ല. പക്ഷെ പരശുരാമനാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത്. പരശുരാമൻ ബ്രാഹ്മണ കുലത്തിൽ പിടിക്കുന്നതാണ്. അപ്പോ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് പോലെ ഇതൊരു കറക്റ്റ് ഇതെല്ലാം ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ, വ്യാഖ്യാനങ്ങളാണല്ലോ. വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കാര്യം ഇത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ. ഈ 4 ഓറിയന്റേഷൻസിനെ ദൈവം ഉണ്ടാക്കിയതാണ്. പക്ഷേ അവ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് വേദവ്യാസന്, മുക്കുവത്തിയുടെ മകനായ വേദവ്യാസന് വേദങ്ങൾ ക്രോഡീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് വാൽമീകിക്ക് രാമായണം എഴുതാൻ കഴിയുക? അന്ന് ഇവരൊന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ വാൽമീകിയാണല്ലോ രാമായണം ഇന്ന് കാണുന്ന രീതി ക്രോഡീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം സംസ്കൃതം പഠിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ പല അമ്പലങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളെ കേറ്റില്ല. കഴിഞ്ഞ 1000 വർഷങ്ങളായി എല്ലാ ജാതിമത വിഭാഗങ്ങൾക്കും പ്രവേശനമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ശബരിമല. ഇത് ഹൈക്കോടതിയുടെ വിധിയിലൊക്കെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ ജാതിമത വിഭാഗങ്ങളിലും പെടുന്ന ആൾക്കാർക്കും ഐതിഹ്യമാല ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ആധികാരിക പുസ്തകമാണ്. ഐതിഹ്യമാലയിൽ പറയുന്നത് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുഹമ്മദീയനായ വാവരും ഈഴവനായ കൊച്ചുകടുത്തയും ആണെന്നാണ്. അപ്പൊ ഇന്ത്യൻ സിസ്റ്റത്തിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, പക്ഷേ കുറെ നെഗറ്റീവ്സും ഉണ്ട്. ആ നെഗറ്റീവ്സിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്, ആ മുറിവുകളെ കുത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവ മുസ്ലിം വിരുദ്ധതയുടെ പേരിലോ ഹൈന്ദവ വിരുദ്ധതയുടെ പേരിലോ ആ കുത്തിക്കെട്ടുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല. അവസാന കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം, ഐതിഹ്യപ്രകാരം നമ്മുടെ ചേരമൻ രാജാവ്, പഴയ ചേരമൻ പെരുമാൾ മക്കത്ത് പോയി, മെക്കാന്നായിരുന്നില്ല അന്ന്, മക്കെന്നായിരുന്നു വിളിക്കുന്നത്, മക്കത്ത് പോയി പ്രവാചകനെ നേരിട്ട് കാണുകയും ഇസ്ലാമിന്റെ സൗരഭ്യം ആ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം, നമ്മുടെ നാട്ടിലെ ഒരു വാമൊഴിയായി പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു നാട്ടിൽ, ഈ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ പരസ്പരമുള്ള പ്രശ്നങ്ങൾ നല്ല സതുദ്ദേശപരമായ വിമർശനങ്ങളോടെ ചൂണ്ടിക്കാട്ടി
പരിഹരിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകണമെന്നും അങ്ങനെ പരിഹരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു രാജ്യമെന്ന രീതിയിൽ, സമൂഹമെന്ന രീതിയിൽ ലോകത്തിന് മാതൃകയായി ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്നും അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ഇന്ന് കോൺഗ്രസുകാരാണെങ്കിലും BJP-കാരാണെങ്കിലും എല്ലാം റെഡ് ഫോർട്ടിൽ നിന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ജയ് ഹിന്ദ് എന്നാണ്. നിങ്ങളെല്ലാം കേട്ടുകാണും. ഈ ജയ് ഹിന്ദ് മുദ്രാവാക്യം തരുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. അബിദ് ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ പ്രവർത്തിച്ച അദ്ദേഹം. സുഭാഷ് ചന്ദ്രബോസ് പറയും, നമുക്ക് നമ്മുടെ ആൾക്കാരെ ഒരുമിച്ച് നിർത്താനും അവരെ കൊണ്ട് ഒരു ഊർജ്ജസ്വലരാക്കാനും ഒരു മുദ്രാവാക്യ സ്വഭാവമുള്ള എന്തെങ്കിലും വേണം. അങ്ങനെ ആ അബിദ് ഹസൻ നിർമ്മിച്ചെടുത്ത ജയ്ഹിന്ദ് ഉറച്ച് ഉച്ചരിക്കുമ്പോ ഹിന്ദു വിരുദ്ധതയോ മുസ്ലിം വിരുദ്ധതയോ ഇല്ലാതെ, എന്നാൽ ബൗദ്ധികമായി ഇതിനെയെല്ലാം വിമർശിച്ച് ആ വിമർശനം നശീകരണത്തിന് വേണ്ടിയല്ല, ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, നന്മയിലേക്കുള്ള ഫീഡ്ബാക്കുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.